السلام عليكم ورحمة الله. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة كل ضلالة في النار. أيها الناس أوصيكم إياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم ما كتبت أيديهم وويل لهم مما يكسبون. സൂറത്ത് അൽ ബഖറ 79-ാമത്തെ വചനം. സ്നേഹാദരണീയരായ എൻ്റെ ശബ്ദം ശ്രവിച്ച് കേൾക്കുന്ന സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനും സർവനാമ ഗുണവിശേഷണങ്ങളുടെ ഉടമസ്ഥനുമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നാനാഭാഗങ്ങളിലും സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസീയത്ത് ചെയ്യുന്നു, അഥവാ ഫലവത്തായി ഉപദേശിക്കുന്നു. അതായത് അല്ലാഹു തആല വിരോധിച്ച കാര്യങ്ങളിൽ ശിർക്ക്, ബിദ്അത്തുകൾ പോലുള്ള മറ്റുള്ള ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുന്നുകൊണ്ട് നിർബന്ധ കർമ്മങ്ങൾ, നമസ്കാരം മുതൽ ഹജ്ജ് വരെയുള്ള ഫർളായ കർമ്മങ്ങൾ, സുന്നത്തായ കർമ്മങ്ങളും നിർബന്ധ കർമ്മങ്ങൾ പൂർണ്ണമായും ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കി സുന്നത്തായ കർമ്മങ്ങൾ കഴിയുന്നത്ര ജീവിതത്തിൽ പ്രാർത്ഥ്യമാക്കി ജീവിക്കുക എന്നുള്ളതാണ് തഖ്വ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ അതിന് വിശേഷമാണ് പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശീർണമായ ഹദീസുകളും. അതിലൊന്ന് പഠിച്ചറിയുക എന്നതുകൂടി ഒരു ഫർളായ അമലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യം കൂടി ഉണർത്തുകയാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി വായിച്ച് പഠിച്ചറിഞ്ഞ് അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിച്ചറിഞ്ഞ് നബി സാഹിബ് നിയോഗിച്ച മാർഗം, ആ മാർഗത്തിലൂടെ ജീവിച്ച് നരകത്തിൽ പ്രവേശിക്കാതെ വിചാരണ കൂടാതെ തന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിയാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആമീൻ. അതിന് വിപരീതമായ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പിശാചിൻ ശർറിൽ നിന്ന് അല്ലാഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യക്ഷമായ ശത്രുക്കളെ നമ്മൾ കണ്ടാൽ അറിയും, നമുക്കറിയും. പക്ഷെ പരോക്ഷമായ രഹസ്യമായ ശത്രുവാണ് പിശാച്. അവന് അള്ളാഹുവിനോട് സമ്മതം വാങ്ങിയിരിക്കുന്നു. മുഖ്ലിസീങ്ങളായ അടിയാന്മാരല്ലാത്തവരെയും അത് വഴിയിപ്പിക്കും. അതിനായി ആയുസ് നീട്ടിക്കൊടുക്കുവാനുമായി അല്ലാഹു തആല അവനോട് സമ്മതം വാങ്ങി പുറപ്പെട്ടവനാണ്. അപ്പോൾ അവൻ്റെ പ്രവർത്തനം രഹസ്യമായി നമ്മുടെ മനസ്സുകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. തെറ്റായ കാര്യങ്ങളിൽ ഭംഗിയാക്കി കാണിച്ചു വരും, നല്ല നല്ല കാര്യങ്ങൾ മറപ്പിച്ച് കളയും, അതിൽ നിന്ന് പിന്മരിക്കും. ഒരു ഹൃദയം ഇതിൽ നമ്മളപ്പോൾ രക്തം സഞ്ചരിക്കുന്നിടത്ത് കൂടി അവൻ സഞ്ചരിക്കും, ഓർക്കുക. അപ്പോൾ അവൻക്കെതിരെ ആയിട്ട് എന്ത് ചെയ്യുന്നു? പരിശുദ്ധ ഖുർആന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും പഠിച്ചറിഞ്ഞുകൊണ്ട് അവനോട് പോരാടുക. യഥാർത്ഥ വിശ്വാസത്തിൽ ആചാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? കഴിഞ്ഞുകൂടാ. നമ്മൾ മുമ്പിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ധാരാളമായ മനുഷ്യന്മാർ എക്കാലത്തും അന്ധവിശ്വാസവും അനാചാരങ്ങളും പെട്ട് അവർ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് നല്ലത് എന്ന് പറഞ്ഞ് പിശാച് എന്ത് ചെയ്യുന്നു? അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു.
എക്കാലത്തും ശിർക്കും ബിദ്അത്തും ചെയ്യുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് അല്ലാഹു തആല അവർ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ ആ പ്രവാചകന്മാരുടെ ഉപദേശം സ്വീകരിച്ച സത്യവിശ്വാസികളെയും പ്രവാചകന്മാരെയും അള്ളാഹു രക്ഷപ്പെടുത്തി. മറ്റുള്ളവരൊക്കെ പാടെ നശിപ്പിച്ച ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നൂഹ് നബി ഇസ്ലാം മുതൽ നൂഹ് ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. ആദ് ഹമൂദ് ഗോത്രത്തെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം ചരിത്രം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിലുള്ള സമൂഹത്തിനോടും എന്ത് ചെയ്യുന്നു, ഈ താക്കീത് മുന്നറിയിപ്പ് അള്ളാഹു നൽകിയിരിക്കുകയാണ്. പരലോകത്തെ ശിക്ഷ അത് ഭയങ്കരമായി വേറെയുമുണ്ട്. അതിന് ഗൗരവത്തെ സംബന്ധിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിലുള്ള തെറ്റായ വിഷയങ്ങളെ പോകാൻ കാരണം ഒന്ന്, പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റുക എന്നുള്ളതാണ്. കാരണം ഇൽമ എന്താ പഠിക്കൂല, ഖുർആനും ഹദീസും പഠിക്കൂല. അപ്പോൾ പണ്ഡിതന്മാരെന്താ പറയുന്നു, അത് കേട്ട് ജീവിക്കുക എന്നുള്ളതാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്? നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റി ജീവിക്കാനാണ്. അതാണ് ഷഹാദത്ത്. അതിൽ നിന്ന് വിട്ടാകുന്നതുകൊണ്ട് പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റി ജീവിക്കുന്നു. എല്ലാ പണ്ഡിതന്മാരും പണ്ഡിത പുരോഹിതന്മാരും സത്യത്തിലേക്കല്ല ക്ഷണിക്കുന്നത്. ഭൂരിപക്ഷം പണ്ഡിത പുരോഹിതന്മാർ സത്യത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് അക്കാര്യം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അല്ലാഹു തആല സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു തരുന്നത് സൂറത്ത് തൗബയിൽ അല്ലാഹു തആല എന്ത് ചെയ്യുന്നത്, നമുക്ക് അക്കാര്യം വ്യക്തമാക്കി തരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് സൂറത്ത് തൗബ 34-ാമത്തെ ആയത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. എല്ലാ പണ്ഡിതന്മാരും ഇല്ല കേട്ടോ, ധാരാളം പണ്ഡിത പുരോഹിതന്മാർ. ഇന്ന കസീറൻ, നിശ്ചയമായും ധാരാളം പണ്ഡിത പുരോഹിതന്മാർ, എല്ലാ പണ്ഡിതന്മാരും എന്ന് പറഞ്ഞില്ല. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. ജനങ്ങളുടെ സമ്പത്തുകൾ അന്യായമായി തിന്നുക തന്നെ ചെയ്യും. മാത്രമല്ല യസുദ്ദൂന അൻ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും തിരിച്ചു പോകും. വല്ലദീന തുടങ്ങി പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യങ്ങൾ ഓർക്കുക. സൂറത്ത് തൗബയിൽ 34-ാമത്തെ വചനം ആണ് ഞങ്ങൾ ഓർക്കേണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വിഷയം ഇതായതുകൊണ്ട് പണ്ഡിത പുരോഹിതന്മാർ പറ്റി ആയതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ ഞാൻ ഓതിക്കേൽപ്പിക്കുക. അത് ഒഴിവലങ്ങൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ ബാക്കിയുള്ള ആയത്തിൻ്റെ ഭാഗം കൂടി മനസ്സിലാക്കണം. എല്ലാം കൂടി ഓതിക്കേൽപ്പിക്കുമ്പോൾ സമയം വൈകുമല്ലോ. അതുകൊണ്ട് ധാരാളം പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നു, ഇന്ന കഥീറും സത്യവിശ്വാസം വിളിച്ചവരെ പറഞ്ഞേ സത്യവിശ്വാസികളെ, ഇന്ന കഥീറമ്മിൽ അഹ്ബാർ റുഹ്ബാൻ, ധാരാളം പണ്ഡിത പുരോഹിതന്മാർ, എല്ലാ പണ്ഡിത പുരോഹിതന്മാരും ഇല്ലട്ടോ, ധാരാളം പണ്ഡിത പുരോഹിതന്മാർ, അധികം പണ്ഡിത പുരോഹിതന്മാർ എക്കുഴു അംവാല നാസി, ഞങ്ങൾ സമ്പത്തുകൾ ബിൽബാത്തിൽ അന്യായമായി തിന്നുന്നത് എന്നെ ചെയ്യും, ചൂഷണം ചെയ്യും മനുഷ്യരെ എന്നർത്ഥം. അസുമല സുനസബിൽ അള്ളാഹുന യഥാർത്ഥ മാർഗത്തിൽ തെറ്റിച്ചു കളയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കണം, പണ്ഡിതന്മാരെ പിൻപറ്റരുത്. പ്രവാചകന്മാരെന്ത് ചെയ്യുന്നില്ല, അങ്ങനെ സമ്പത്ത് ആഗ്രഹിച്ചുകൊണ്ടല്ല പ്രവചനം നടത്തിയത്. പ്രവാചകന്മാരെ പിൻപറ്റേണ്ടത്, നമ്മൾക്ക് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ടത് എന്ന കാര്യത്തിലേക്ക് നമുക്ക് സൂചന നൽകുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ആ കാര്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം കൊണ്ടുകൊണ്ട് ആണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ആദ്യമായി ഓതി കൽപ്പിച്ച ആയത്തിലേക്ക് ശ്രദ്ധിക്കുന്നത്. അൽബഖറയിൽ നിന്നുമാണ് ഞാൻ നിങ്ങളെ ഓതി കൽപ്പിച്ചത്. തുടക്കത്തിൽ 71-ാമത്തെ ആയത്ത്. ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങളിലേക്ക് പോകാൻ കാരണം എന്താണ് എന്നുകൂടി നിങ്ങൾ സൂചിപ്പിക്കുകയാണ്. അതായത് ഇക്കാലത്തും ഇത് ജൂത ക്രിസ്ത്യാനികളെ സംബന്ധിച്ചാണ് അല്ലാഹു തആല നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന പണ്ഡിത പുരോഹിതന്മാർ ജൂത ക്രിസ്ത്യാനികളായിരുന്നു. തൗറാത്ത് ഇഞ്ചീൽ ഒക്കെ നൽകപ്പെട്ടവരായിരുന്നല്ലോ, മൂസാ നബി ഇസ്ലാമിൻ്റെയും ഈസാ നബി ഇസ്ലാമിൻ്റെയും മുൻഗാമികൾ. അങ്ങനെ എന്ത് ചെയ്തു, അവരതിൽ മാറ്റത്തിരുത്തുകൾ വരുത്തി. തൗറാത്തും ഇഞ്ചീലും അവർക്കനുസരിച്ച് എന്ത് ചെയ്തു, അവർ തിരുത്തുകൾ നടത്തി. അതേപോലെ തന്നെ സ്വന്തമായി അവർ സഭ കൂടി മതനിയമങ്ങളിൽ എന്ത് ചെയ്തു, ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കി, ഹലായ കാര്യങ്ങൾ ഹറാമാക്കിക്കൊണ്ട് പതുകൾ ഇറക്കി, പ്രമേയം ഉണ്ടാക്കി
സഭ കൂടി പാസ്സാക്കിയെടുത്തു. എന്തല്ല തൗറാത്ത് ഇഞ്ചീലോ നിയമങ്ങൾ നോക്കിക്കൊണ്ടായിരുന്നില്ല, അത് കൂട്ടിച്ചേർത്തുകൊണ്ടും വെട്ടിച്ചുരുക്കിക്കൊണ്ടുമായിരുന്നു അവരെന്ത് ചെയ്ത് ലേഖനങ്ങൾ എഴുതി അല്ലെങ്കിൽ പ്രമേയം എഴുതി പാസ്സാക്കി എന്നുണ്ടായിട്ട് അവരെ വിമർശിച്ചു കൊണ്ടാവുന്നു. അങ്ങനെ അവരെ പിൻപറ്റി ജീവിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ടാവുന്നു അല്ലാഹു തആല ഇക്കാര്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഇത്തരത്തിലുള്ള സമൂഹം പിൻകാലത്തിലുണ്ടാവും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ള നിലക്കാണ് അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അപ്പോൾ ആയത്തിലേക്ക് നമുക്ക് നോക്കാം. നമ്മളെ രാജ്യത്ത് അത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടോ ഇല്ലയോ അത് നമുക്ക് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. ഫവായിലുൽ ലദീന യക്തുമൂനൽ കിതാബ, അല്ലാഹു തആല നമുക്ക് വ്യക്തമാക്കി തരണം. എന്ത് ഫവായിലുൽ ലദീന യക്തുമൂനൽ കിതാബ ബിഅയ്ദിഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹി ലിയശ്റൂ ബിഹി സമനൻ ഖലീല. അപ്പോൾ യാതൊരു കൂട്ടർക്ക് നാശം, അവർ തങ്ങളുടെ കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതുന്നു, പിന്നീട് ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? അതുമൂലം തുച്ഛമായ വില വാങ്ങുവാൻ വേണ്ടി. അത്തരത്തിലുള്ള ഒരു പ്രമേയം എഴുതി പാസാക്കിയവരാണ് ആര്? സമസ്ത പണ്ഡിതന്മാർ. അതുകൂടി നമ്മൾ എന്ത് ചെയ്യും? ചേർത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ഇക്കാര്യം നമ്മോട് മുന്നറിയിപ്പ് നൽകിയപ്പോഴേ ആ കാര്യം ഇവിടെ നാളെ സംഭവിക്കണമല്ലോ, അത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ആളിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ആ ഒരു കാര്യം, അതായത് ഇവിടെ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന് പറഞ്ഞ സംഘടന 1926 രൂപീകരിക്കുകയുണ്ടായി. അതെന്തിനായിരുന്നു അങ്ങനെ രൂപീകരിക്കാൻ കാരണം ഉണ്ടായത്? ഐക്യസംഘം എന്ന് പറഞ്ഞ സംഘം 1921 ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. ഐക്യസംഘത്തിൽ എന്തുണ്ടായിരുന്നു? അന്ന് മുജാഹിദില്ല, ജമാഅത്ത് ഇസ്ലാമി ഇല്ല, സമസ്തക്കാരില്ല, ആരുമില്ല. അന്നുണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാവരും കൂടി ഏകീകരിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ചാണ് ഐക്യസംഘം എന്ന്. കാരണം ജനങ്ങൾ തെറ്റായ മാർഗത്തിലൂടെ അനാചാരങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നവർ നേർമാർഗത്തിൽ ക്ഷണിക്കുവാൻ വേണ്ടിയായിരുന്നു ഐക്യസംഘം 1921 സ്ഥാപിച്ചത്. അന്ന് വേറെ മറ്റൊരു സംഘടന ഇല്ല കേരളത്തിൽ. അങ്ങനെ എന്ത് ചെയ്തു? 1924 കേരള ജമിഅത്തുൽ ഉലമ എന്ന് പറഞ്ഞൊരു സംഘടന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായി. KJM, കേരള ജമിഅത്തുൽ ഉലമ. അങ്ങനെ പ്രമേയമായി സെൽഫി മെൻഹജ്, അതായത് നബി സഹാബത്തിന് ഏകോപിച്ച മാർഗം, മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സഹാബത്തിന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗം. അതാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പ്രമേയമായി സാഹിബികളെ പഠിപ്പിച്ചു കൊടുത്തത്. നബി സഹാബത്തിന് ഏകോപിച്ച മാർഗം, അതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്ത്. ആ മാർഗമാണ് എന്ത് അതിൻ്റെ പ്രമേയം. അത് ഖുർആൻ ഹദീസും ഉൾക്കൊണ്ടുകൊണ്ട് നബി സഹാബത്തിന് ഏകോപിച്ച മാർഗം സെൽഫി മെൻഹജ്. അതാണ് പുതിയ നിയമം ഉണ്ടാക്കിയല്ല, അതാണ് പ്രവാചകൻ പഠിപ്പിച്ചെന്ന ആ നിയമം. അതനുസരിച്ച് ജനങ്ങളെ പ്രബോധനം ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്രമേയം. അങ്ങനെ അതനുസരിച്ച് രജിസ്റ്റർ ചെയ്യും, അങ്ങനെ പ്രബോധനം തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ ധാരാളം അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ ആ കാലഘട്ടത്തിൽ മരിച്ചുപോയ മഹാന്മാരോട് സഹായം ചെയ്യിച്ചിരുന്നു. ആ ബലിങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ. അതേപോലെ തന്നെ ബലിങ്ങളെ പേരിൽ നേർച്ചയാക്കിയിരുന്നു. അതേപോലെ തന്നെ മുത്തുനബിയോട് പാപവും തേടിയിരുന്നു. അതൊക്കെ തന്നെ എന്താവുന്നു? ബിദ്അത്തുകളാണ് എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത കാര്യങ്ങളാവുന്നു, അനാചാരങ്ങളാവുന്നു. അനാചാരങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തൗബ അല്ലാഹ് സ്വീകരിക്കൂല, അത് ഉപേക്ഷിക്കുന്നവരെ. അതേപോലെ തന്നെ അമലുകളൊന്നും തന്നെ സ്വീകരിക്കൂല, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്തുകളൊന്നും സ്വീകരിക്കൂല. അത്ര ഗൗരവപ്പെട്ട കാര്യമാണ്. മാത്രമല്ല അത്തരം അനാചാരങ്ങൾ ശിർക്കിൽ എത്തിപ്പെടും. ശിർക്കിൽ എത്തിപ്പെട്ടാലോ അമലുകളൊക്കെ തന്നെ അല്ലാഹു തആല ബാത്തിലാക്കി കളയും. ഖുർആനിൽ വ്യക്തമാക്കി പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നു, മഹാപാപമാണ് ശിർക്ക്. ശിർക്കോടുകൂടി ഒരാൾ മരണപ്പെട്ടാൽ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും, നമസ്കരിച്ചിട്ടുണ്ടാവും, നോമ്പൊക്കെ നോറ്റിട്ടുണ്ടാവും. പക്ഷേ എന്തല്ല, അതിൻ്റെ അമലുകളൊന്നും തന്നെ അല്ലാഹു തആല എന്ത് ചെയ്യുക, അവിടെ സ്വീകരിക്കപ്പെടാതിരിക്കുകയും എന്തെങ്കിലും സ്വീകരിക്കപ്പെട്ടതുണ്ടെങ്കിൽ അത് നശിപ്പിച്ച് കളയുകയും ചെയ്യും. കാരണം ശിർക്കോട് കൂടിയാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അത്രയും ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് ശിർക്ക്. തൗഹീദോട് മരിക്കണം, എങ്കിലേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ.
തൗഹീദോട് മരിച്ച ആളുകൾ എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും ശരി അള്ളാഹു തആല എന്ത് ചെയ്യുന്നു, ഒന്നുകിൽ പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അത്രയും നാള് നരകത്തിലെത്തിയതിനു ശേഷം അവസാനം എങ്കിലും എന്ത് ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ ഉത്തരപ്രകാരം നരകത്തിൽ നിന്നും കയറ്റി സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പോൾ തൗഹീദിൻ്റെ പ്രാധാന്യം, ശിർക്കിൻ്റെ ഭയാനകരമായ അവസ്ഥ, ഇത് ഖുർആനും ഹദീസിലൂടെയൊക്കെ തന്നെ എന്നും അള്ളാഹും റസൂലും പഠിപ്പിച്ചു തന്നിട്ട് ആയത്തും ഹദീസും ഓതി ഞാൻ സമയം കളിയല്ല. ഇൻഷാ അല്ലാഹ് ഓരോ സന്ദർഭത്തിൽ അല്പസ്വല്പമായി ഒക്കെ തന്നെ നമുക്ക് പറയാവുന്നതാണ്, കേൾക്കാവുന്നതാണ്. സുദീർഘിച്ച് പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, ഈ സന്ദർഭത്തിൽ ഞാൻ ആയത്തും ഹദീസും പാരായണം ചെയ്യുന്നില്ല. അത് എല്ലാവരും സർവ്വസമ്മതമായി സമ്മതിക്കുന്ന കാര്യമാണ്. ഖുർആനും ഹദീസിലും ശിർക്കിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, ശിർക്കിൻ്റെ ഗൗരവത്തെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അത് അതേപോലെ തന്നെ അനാചാരങ്ങളെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ സർവ്വസമ്മതമായി അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഏതാണ് തൗഹീദ്, ഏതാണ് ശിർക്ക് എന്ന് പല മതസംഘടനകളും വ്യാഖ്യാനിക്കുന്നിടത്ത് എന്ത് ചെയ്യുന്നത് അല്പം സ്വല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അള്ളയും അല്ലാഹു റസൂലും പഠിപ്പിച്ച നേരെ ആണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാലോ അത് സംശയത്തിന് യാതൊരു പഴുതുമില്ലാത്ത നിനക്ക് തെളിഞ്ഞ മാർഗത്തിലാണ് നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. അതിനെന്ത് വേണം? ഖുർആനും ഹദീസും പഠിക്കണം. അത് പഠിക്കാതിരുമ്പോഴാണ് ഈ തെളിവ് കുറവിൽ പണ്ഡിതന്മാരെ പിൻപറ്റുമ്പോഴുള്ള അപകടങ്ങളിലാണ് നമുക്ക് തെളിവ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൂടാ. എത്ര വലിയ പണ്ഡിതനായാലും ശരി, ആരെയും പിൻപറ്റാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പോട്ട് പഠിപ്പിച്ചിട്ടില്ല. എല്ലാ മനുഷ്യന്മാരും തെറ്റുകുറ്റം പറ്റും, പണ്ഡിതന്മാർക്ക് പോലും തെറ്റുകുറ്റം പറ്റും. തെറ്റുകുറ്റങ്ങൾ പറ്റുന്നവർ പിൻപറ്റാൻ പാടില്ല. പിൻപറ്റേണ്ടത് ആരാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രമാണ്. മാതാപിതാക്കൾക്ക് തെറ്റുപറ്റും, പൂർവികന്മാർ സമ്പ്രദായം അവർക്ക് തെറ്റുകുറ്റങ്ങൾ പറ്റും. അപ്പോൾ അവരൊക്കെ എല്ലാവരും പശ്ചാത്തപിക്കേണ്ടവരാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാതൃകയായി അയച്ചുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് പറ്റാതെ അല്ലാഹു തആല കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന റസൂലുള്ളാഹ്, ഷഹാദത്ത് അല്ലാഹു അല്ലാതെ ആരാധിക്കർഹനായ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും മനസ്സാവാച കർമ്മണ നമ്മൾ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയായിരിക്കണം? മിസാഫുൽ ജമൽ, പടിഞ്ഞാറൻ ഒട്ടകത്തെ പോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാതെ മറ്റാരെയും പിൻപറ്റാൻ പാടുള്ളതല്ല. അത്തരം കാര്യങ്ങളാണ് പ്രവാചകന്മാരൊക്കെ തന്നെ ഈ ലോകത്തോട് പറഞ്ഞത്. ഫത്തഖുല്ലാഹു വഅത്വീ, അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കുക, എന്നെ പിൻപറ്റുക. എല്ലാ പ്രവാചകനും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനെ തന്നെ പറഞ്ഞത്. അതാണ് നമ്മൾ ഷഹാദത്ത് മാറ്റുന്നത്. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചര്യയായിരിക്കണം എപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ മാർഗത്തിലാവുക, സെൽഫി മനഹജിലാവുക. അതാണ് നമ്മുടെ പ്രമേയം. എന്നാൽ ആ പ്രമേയത്തിനോടുകൂടി പ്രവർത്തനം തുടങ്ങിയപ്പോഴേ ഐക്യസംഘത്തിൽ നിന്നും കുറേ ആളുകൾ പണ്ഡിതന്മാർ ഇറങ്ങിപ്പോയി. കാരണം മൗലൂദ്, റാത്തി, ബഹദാദ്, കുത്തൈബത്ത് പോലെയുള്ള കാര്യങ്ങൾ, ജന്മദിനം കൊണ്ടാടൽ, മരിച്ചവരോട് സഹായം ചെയ്യൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപമോചനം തേടൽ, ബരിയങ്ങൾക്ക് നേർച്ചയാക്കൽ, ബരിയങ്ങൾ പേർ അർക്കൽ പോലെ കർമ്മങ്ങളൊക്കെ തന്നെ എന്താവുന്നു? അനാചാരമാണ്, ശിർക്കിലെത്തിപ്പെടുന്ന മഹാപാപമാണ്. അതിൽ വിട്ടു നിൽക്കുക. ഇന്ന് ഖുർആനും ഹദീസും എടുത്തുദ്ധരിച്ചുകൊണ്ട് പ്രഭവം തുടങ്ങിയപ്പോൾ കുറേ പണ്ഡിതന്മാർ ഇറങ്ങിപ്പോയി. കാരണം അത് മുഖേന അവർക്ക് വരുമാനം കിട്ടിയിരുന്നു. ആ വരുമാനം ഇല്ലാതാവുകയും ജീവിക്കാൻ പ്രയാസപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? അവരെല്ലാം കൂടി മറ്റൊരു സംഘടന രൂപീകരിച്ചു 1926. അതിൻ്റെ പേരാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമ. കേരള ജമിഅത്തുൽ ഉലമ എന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ പേര്. ഒന്നാമതായി ഉണ്ടാക്കിയ സംഘടന 1926 രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പേര്. ഇതിന് 2 വർഷം കഴിഞ്ഞ ശേഷം ഒരു എസ് ആണ് മുമ്പിട്ട് കൊടുത്തു കേട്ടോ. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ എന്ന പേരിലൊരു സംഘടന രജിസ്റ്റർ ചെയ്തു. അത് നമ്മൾ സമസ്തയായി ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. അത് പിന്നെ പല സംഘടനകളായി പിന്നെ പിരിഞ്ഞു. അത് പോട്ടെ. എന്നാലും യഥാർത്ഥത്തിൽ അതാണ് അവരുടെ അടിസ്ഥാന സംഘടന. മാത്രമല്ല ഒരു പ്രമേയം ഉണ്ടാക്കി പാസ്സാക്കി. അതാണ് നമ്മളെ ഇന്നത്തെ ചർച്ച മുഖ്യമായ വിഷയം. ആ പ്രമേയത്തിൻ്റെ എന്താ പറയുന്നത് അതുകൂടി നമ്മൾ മനസ്സിലാക്കുക, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുക. അപ്പോൾ കേരള ജമിഅത്തുൽ ഉലമയും സമസ്ത കേരള ജമിഅത്തുൽ ഉലമയും വ്യത്യാസത്തെ സംബന്ധിച്ചാണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അവരിപ്പോൾ 100 വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 വർഷം ആണ് 1926 100 വർഷം ആവുള്ളൂ. അതിരിക്കട്ടെ. നമ്മൾ പിന്നെ മുഖ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന സമസ്തയുടെ പ്രമേയമാണ്. എന്താണ് സമസ്തയുടെ പ്രമേയം? എന്തായിരുന്നു ജമിഅത്തുൽ ഉലമയുടെ പ്രമേയം, കേരള ജമിഅത്തുൽ ഉലമയുടെ പ്രമേയം? അത് മനസ്സിലാക്കുക.
അള്ളി അള്ളാഹു റസൂൽ പഠിപ്പിച്ച പ്രമേയമായിരുന്നു ജുമുഅത്തുൽ മാ അന അലൈഹി അസ്ഹാബി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ട പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. അത് നിസ്കരിച്ച് നോമ്പ് വെക്കുന്ന ആളുകളാണ് പറയുന്നത്. 73 പിരിയും എന്ന് പറയുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് സ്വർഗത്തിലേക്ക്, ബാക്കി മുഴുവൻ നരകത്തിലേക്കാണ് എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടത് സഹാബിമാരോട്. സഹാബിമാർ ചോദിക്കുകയുണ്ടായി, ആ വിജയികളായ സമൂഹം ആരാണ് പ്രവാചകരെ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മാ അന അലൈഹി വസ്ഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗത്തിലുള്ള ആ മാർഗം. അതാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്. എന്താ പറയുക, സമസ്തക്കാർ ഏതിനൊക്കെ പ്രമേയത്തിന് പിന്നാലെ കൂടിയവരല്ല അഹ്ലു സുന്നത്തുൽ ജമാഅത്ത്. അന്ന് സമസ്ത ഇല്ലല്ലോ, സമസ്ത പ്രമേയമില്ല, കേരളത്തിൽ മുസ്ലിമീങ്ങളും ഇല്ല. ആ കാലഘട്ടത്തിൽ നബി സാഹിബ് ചോദിച്ച മാർഗത്തിൽ 40 12 ആളും ഇവിടെ വന്നതിന് ശേഷമാണല്ലോ ഇവിടെ എന്ത് ചെയ്തത്, ഇസ്ലാം മതം സ്ഥാപിച്ചത്. അവർ കൊടുങ്ങൂരിലാണ് വന്നു പള്ളി സ്ഥാപിച്ചു. കുറേ വർഷം ഏത് കാലഘട്ടത്തിലായിരുന്നു മനസ്സിലാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷമാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അന്നെന്തില്ല, പറഞ്ഞു വന്നത്, അന്ന് ഇവിടെ കേരളത്തിൽ മുസ്ലിമീങ്ങളില്ല. അന്ന് ഉണ്ടായിരുന്നത് എവിടെയായിരുന്നു മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നത്? അന്ന് മക്കയിലായിരുന്നു, മദീനത്തായിരുന്നു മുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നത്. അവരെ എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത പ്രമേയമാണ് ഇത്. എന്ത്, മാ അന അലി സഹബി, ഞാനും എൻ്റെ സാഹിബ് ചെയ്ത മാർഗം. അവരെന്തായിരുന്നു, ഖുർആൻ പഠിച്ചറിഞ്ഞുകൊണ്ട് ആ ഖുർആൻ ഉൾക്കൊണ്ടുകൊണ്ട് വിരോധിച്ച കാര്യങ്ങൾ വിട്ടുന്നുകൊണ്ട് കൽപ്പിച്ച കാര്യങ്ങൾ പാർത്യമാക്കി. അത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു സാഹിബന്മാർക്ക്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, മാതൃകയായി ജീവിതം കാണിച്ചു കൊടുത്തു. ആ മാർഗത്തിലാണ് അവരുണ്ടായിരുന്നു. അപ്പം നബി സാഹിബ് ചോദിച്ച മാർഗം അതാണ് വിജയത്തിൻ്റെ മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അപ്പം ആ മാർഗമായിരുന്നു എന്ത് ചെയ്തത്, കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രഭാവം ചെയ്തത്. അതിലെന്തില്ല, മൂല്യമില്ല, റാത്യമില്ല, മരിച്ചവരോട് സഹായം ചോദിക്കില്ല, ഫാത്തായ പ്രവാചകനോട് പാപം നേടില്ല, വൈബിയായി നിനക്ക് മറിഞ്ഞ നിനക്ക് സഹായപരത്തിന് അള്ളാഹുവിനോടല്ലാത്ത മറ്റാരോടും ഇല്ല. കാരണം അതൊക്കെ ആരാധനകളാവുന്നു. ആരാധന അള്ളാഹു ആവുന്നു. ആരാധനകളൊക്കെ അള്ളാഹുവിന് അർപ്പിക്കുക, അതാണ് തൗഹീദ്. അതിൽപ്പെട്ട എന്തെങ്കിലും ഒന്ന് സെറ്റികളർപ്പിച്ചാൽ ശരിക്കും വരും. അതെന്താ ബിംബാണൊന്നുമില്ല. അള്ളാഹുഴികളൊക്കെ എന്താണ്, ബാക്കി ഒഴുക്കും എല്ലാം സെറ്റികളാണ്. അപ്പം പ്രവാചകന്മാരായാലും ശരി, മലക്കുകളായാലും ശരി, മഹാന്മാരായാലും ശരി, ബിംബങ്ങളായാലും ശരി, സൂര്യനായാലും ശരി, ചന്ദ്രനായാലും ശരി, ആരായാലും ശരി, അള്ളാഹുഴികളോട് എന്ത് ചെയ്യുന്ന ആരാധനകൾ അർപ്പിച്ചാൽ ശരിക്കും വരും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇക്കാലത്തും എന്ത് ചെയ്യുന്ന ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ എല്ലാം പോയിട്ട് പ്രവാചകന്മാരൊക്കെ തന്നെ പ്രവാഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കർമ്മങ്ങളിൽ എത്തിപ്പെടുന്നതാണ്, ബിദ്അത്തുകളിലൂടെയാണ് അത്തരം കർമ്മങ്ങളിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് ബിദ്അത്തുകളിൽ നിന്നും അത്തരത്തിലുള്ള ശിർക്കൻ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ പറഞ്ഞുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങിയത്. വശറൽ ഉമൂർ മഹ്ദാസുഹ, മതകാരണങ്ങൾ ഷർറായ കാര്യങ്ങൾ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയാവുന്നു. ഒക്കൊല്ലം ബിദ്അഹ്, എല്ലാ പുതുതായി നിർമ്മിച്ചുണ്ടാക്കിയ കാര്യങ്ങൾ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബ് തന്നെ പഠിപ്പിച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ബിദ്അത്താവുന്നു, വലാലത്താവുന്നു, വഴിച്ച് മാർഗമാകുന്നു, ഹറാമായ കാര്യങ്ങളാവുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തിരുന്നത്, തുടങ്ങിയിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ പോകാതിരിക്കാൻ ആവശ്യമായ പ്രമാണമാണ് പരിശുദ്ധ ഖുർആനും അതിന് വിശദീകരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരം. അതായിരുന്നു കേരള ജംഇയ്യത്തുൽ പ്രമേയം, മാ അന അലൈഹി വസഹബി, ഞാനും എൻ്റെ സഹാബത്തും ഏതോ ഒരു മാർഗം, ആ മാർഗം ആവർത്തിച്ച് പറയുന്നത് കുട്ടികൾക്ക്, അതേപോലെ തന്നെ പല പഠിക്കുന്ന പഠിതാക്കൾക്കും ഇക്കാര്യം വ്യക്തമായി മനസ്സിലാകുവാൻ വേണ്ടിയാവുന്നു. പഠന ക്ലാസ്സാണിത്. സാധാരണക്കാരനായ ഒരാൾ, സാധാരണക്കാർക്ക്, അതേപോലെ പണ്ഡിതന്മാർക്കും, ബുദ്ധിമുട്ട് ചിന്തിക്കുന്ന പണ്ഡിതന്മാർക്കും പഠിക്കാനും വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. സൽഫി മൻഹജ് എന്നതാണ് എന്നുള്ളതാണ് ഇതുവരെ പറഞ്ഞത്. മാ അന അലൈഹി വസഹബി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞെന്ന് പഠിപ്പിച്ചത്. അത് പ്രകാരമായിരുന്നു എന്ത് കേരള ജംഇയ്യത്തുൽ ഉലമ പ്രബോധനം തുടങ്ങിയത്. അപ്പം അതിനെതിരെ എന്ത് ചെയ്തു, മറ്റൊരു പ്രമേയം ഇതുണ്ടാക്കി പാസ്സാക്കി. അതെന്തായിരുന്നു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യപ്പെടുത്തിക്കൊണ്ട്, അതായത് ഇവിടെ മുമ്പുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, അതായത് ജൂതന്മാർ, ക്രിസ്ത്യാനികൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തുണ്ടായിരുന്ന യഹൂദികൾ, ക്രിസ്ത്യാനികൾ, അവർ സഭ കൂടി പാസ്സാക്കിയായിരുന്നു. തൗറാത്ത് ഇഞ്ചീലോ നോക്കിക്കൊണ്ടായിരുന്നില്ല അവർ ചെയ്തിരുന്ന് അവരെ മത നടപടിക്രമങ്ങൾ അവിടെ പ്രാവർത്തികമാക്കിയിരുന്നത്. അവർ സഭ കൂടി പാസ്സാക്കും, തൗറാത്ത് ഇഞ്ചീലും നോക്കാതെ. കാരണം അവർക്കനുസരിച്ച് കൂട്ടിച്ചേർത്തുകൊണ്ടും വെട്ടിച്ചുരുക്കിക്കൊണ്ടുമായി അവർ ചെയ്തു സഭ കൂടി പാസ്സാക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്.
അതേപോലെ തന്നെ ഉള്ള ഒരു കാര്യങ്ങൾ പിന്നീട് ഇവിടെ നടക്കും എന്നുള്ള കാര്യം അല്ലാഹു തആല എന്ത് ചെയ്തു നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് നൽകിയ പോലെ തന്നെ എന്ത് ചെയ്തു ഇവിടെ സംഭവിക്കുകയും ചെയ്തു. അതിലൊരു ഉദാഹരണമാണ് സമസ്ത കേരള ജമിഅത്തുൽ ഉലമായും അതിൻ്റെ പ്രമേയം. സമസ്ത കേരള ജമിഅത്തുൽ ഉലമ, കേരള ജമിഅത്തുൽ ഉലമ അല്ല, അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ സമസ്ത കേരള ജമിഅത്തുൽ ഉലമ യുടെ പ്രമേയം അതാണ് ഇന്ത്യയെന്ന് ഞങ്ങൾ സ്ഥിരപ്പെടുത്തുന്നത്. 1926 അവർ സംഘടന രജിസ്റ്റർ ചെയ്ത് ശേഷം അതെന്ത് ചെയ്തു, ഒരു പ്രമേയം എഴുതിണ്ടാക്കി. അതിൽ അവർ 6 സമ്മേളനത്തിലും അതേപോലെ തന്നെ 50 സമ്മേളനത്തിലും അവർ 70 സമ്മേളനത്തിലും എതിർപ്പില്ലാതെ എന്ത് ചെയ്തു, പാസ്സാക്കിയെടുത്തു. ഇപ്പോഴും ആ പ്രമേയത്തിൻ്റെ പിന്നിലാണ് ഉള്ളത്. അത് പ്രകാരം ഖുർആനോ ഹദീസോ അവരെന്ത് ചെയ്യുന്നത്, ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ പ്രമേയം എന്താണെന്ന് ശ്രദ്ധപ്പെടുത്തുന്നു. ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതോടുകൂടി ഞാൻ വായിക്കാം. സമസ്ത പ്രമേയം. കേരളത്തിലെ മുസ്ലിംകളിൽ അനേകം കൊല്ലമായിട്ട് നിരാക്ഷേപം നടന്നു വരുന്നതും ഇപ്പോഴും നടത്തി വരുന്നതുമായ താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളാൽ മതാനുസരണങ്ങളാണെന്ന് സ്ഥിരപ്പെടുത്തപ്പെട്ടവയാണെന്നും ഇവ മതവിരുദ്ധങ്ങളാണെന്നോ അഥവാ ശിർക്കാണെന്നോ പറയുന്നവർ സുന്നികൾ അല്ലെന്നും അവർ ഇമാമത്തിനും കാസി സ്ഥാനത്തിനും കൊള്ളരുതാത്തവരാണെന്നും ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു. യോഗമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെ ഞങ്ങൾ അടിവട്ട് മനസ്സിലാക്കേണ്ടത്, യോഗത്തിലൂടെ തീരുമാനിച്ചിരിക്കേണ്ട കാര്യങ്ങളല്ല മത നടപടികൾ. എങ്ങനെയാണ് ഖുർആനും ഹദീസും മുമ്പ് നിരത്തിക്കൊണ്ടായിരിക്കണം മതകർമ്മങ്ങളെ നമുക്ക് പാസ്സാക്കിയെടുക്കാൻ. പക്ഷേ ഖുർആനും ഹദീസിലോ ഇല്ലാത്ത കാര്യങ്ങളാണ്, ശിർക്കും വിദഗ്ധമായ കാര്യങ്ങളാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നത്. അപ്പം അതിനെ നിലനിർത്താൻ വേണ്ടി ഉള്ള ഒരു പ്രമേയമായിരുന്നു ഇത്. എന്നിട്ടോ താഴെ 31 അനാചാരങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വായിക്കാവുന്നതാണ്. ഒന്നാമതായി എഴുതിയുള്ള മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരുടെ ദാത്ത്, ജാഹ്, ബർക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ ചെയ്യൽ, നേരിട്ട് വിളിച്ചു സഹായത്തിന് അപേക്ഷിക്കൽ, ആസാർ കൊണ്ട് ബർക്കത്ത് മേടിക്കൽ, മരിച്ചവർക്ക് കൂലി ലഭിക്കുവാൻ ധർമ്മം ചെയ്യൽ, കോഴി, ആട് മുതലായവ ധർമ്മം ചെയ്യൽ, നേർച്ചയാക്കി ധർമ്മം ചെയ്യൽ, കോഴി, ആട് മുതലായവ ധർമ്മം ചെയ്യാൻ നേർച്ചയാക്കൽ, തൽഖീൻ ചൊല്ലിക്കൊടുക്കൽ, മയ്യത്തിന് വേണ്ടി ഖബറിങ്ങൾ വെച്ചും മറ്റും ദുആ ചെയ്യുക, അതോടുകൂടി ഖുർആൻ പാരായണം ചെയ്യൽ, ഓതലും ഓദിക്കലും തുടങ്ങി എന്ത് ചെയ്തു മാതൃഭൂമിയിൽ എന്ത് ചെയ്തു 7/3/83 പൂർണ്ണ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇത് 50-ാം വാർഷിക സമ്മേളനത്തിൽ മാത്രമല്ല ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, അവർ സവനീറിൽ എന്ത് ചെയ്തു പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ. ബാക്കി കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്യുന്ന പ്രമേയത്തിലൂടെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുന്നു, അവർ സോവനീറിനും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, ഓർക്കുക. അപ്പോൾ 7/3/83 സമസ്തയുടെ പ്രമേയം മാതൃഭൂമിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ആരംഭിച്ച ആളെ പേരെന്ത് കൂടി കൊടുത്തിട്ടുണ്ട്. അവതാരകൻ ഷിഹാബുദ്ദീൻ അഹമ്മദ് കോയ മൗലവി, അനുവാദകൻ പി കമ്മു മൗലവി, പരപ്പനങ്ങാടി മുദരിസ് സർവസമ്മതമായി പാസ്സാക്കി. പ്രൊസീഡിംഗ് പേജ്, സോനിയൽ പ്രൊസീഡിംഗ് പേജ് 30, 31, 32. ഉദാഹരണം സമസ്ത 70-ാം വാർഷിക സ്മരിക 1996, പേജ് 30, 31, 32. അപ്പോൾ ഇതൊക്കെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു, ആ പ്രമേയത്തിൽ തന്നെയാണ് ഇപ്പോൾ സമസ്ത ഉള്ളത്. അപ്പോൾ ആ പ്രമേയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ഔലിയുള്ള റസൂലും പഠിപ്പിച്ചു തന്ന കാര്യങ്ങളായിരുന്നില്ല അതൊന്നും. ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഖുർആൻ ഹദീസ് മതിയല്ലോ, പ്രമേയം എഴുതി പാസ്സാക്കേണ്ട ആവശ്യമില്ലല്ലോ. പ്രമേയം എഴുതി പാസ്സാക്കി എന്തിന് പ്രമേയം എഴുതി പാസ്സാക്കി? ഖുർആനിലും ഹദീസിലും തെളിവില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ ചെയ്തു വരുന്നത് എന്ത് ചെയ്യുന്നു, എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ കൂടിയുള്ള ഭവിഷ്യത്ത് ഭയാനകരമായ അവസ്ഥയെ സംബന്ധിച്ചാണ് ഇനിയുള്ള ആയത്തിലൂടെ ഒരു ആയത്ത് ഓതി കേൾപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്. കൂടുതൽ വിശദീകരണം ഇൻഷാ അല്ലാഹ് ഘട്ടങ്ങളിലായി നമുക്ക് കേൾക്കാനും പഠിക്കുവാനും അല്ലാഹു സൂക്ഷിക്കുമാറട്ടെ. അപ്പോൾ ആ പ്രമേയത്തിൽ വിട്ടു നിൽക്കണം. അത് അള്ളാഹും റസൂലും പഠിപ്പിച്ചിരുന്ന പ്രമേയമല്ല, അത് പിശാചിൻ്റെ പ്രമേയമാണ്. ആ പ്രമേയത്തിൻ്റെ മേലെ പോയാൽ വിശ്വാസം അനാചാരങ്ങൾ പെട്ടുപോയി എന്ത് ചെയ്യുന്നു, നമ്മൾ വഴിച്ചു പോവും എന്നുള്ളതിന് വേണ്ടിയാകുന്നു ആ പ്രമേയം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരായത്ത് കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അഊദു ബില്ലാഹി ശൈത്വാനിർ റജീം.
ഇത്തഖദൂ അഹ്ബാറുഹും വറുഹ്ബാനുഹും അർബാബൻ മിൻ ദൂനില്ലാഹി والمسيح ابن مريم وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون. സൂറത്ത് തൗബ 31-ാമത്തെ വാചകം. വളരെ ഗൗരവത്തോടു കൂടിയായിരിക്കണം നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കേണ്ടത്. അതല്ല മറ്റൊരായത്ത് കൂടി എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ കൂടെ മനസ്സിലാക്കണം. അതേതാണ്? അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ് ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ. സൂറത്ത് ഷൂറ 21 ആയത്ത് 7. അതായത് ഇവിടെ വിഷയം സമസ്ത പ്രമേയമാണ്. അപ്പോൾ അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത 31 കാര്യങ്ങളാണല്ലോ അവർ കേരളത്തിൽ മുസ്ലിങ്ങളെ അനേകം വർഷമായി ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മതയിമയം പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ആയത്ത് അവർക്ക് എന്താവുന്നു, ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്നവരായിരുന്നല്ലോ ജൂത ക്രിസ്ത്യാനികൾ. അതുകൊണ്ട് അവർക്ക് ബാധകമായ ഈ ആയത്ത് ഇവർക്കും സമസ്തക്കാരും ബാധകമാവുകയില്ലേ? ചിന്തിച്ചു നോക്കുക. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ് ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാ. അതല്ല, അള്ളാഹു അനുവാദം നൽകിയിട്ടില്ലാത്ത വല്ലതും മതത്തിൽപ്പെട്ടതായി അവർക്ക് നിയമിച്ചു കൊടുത്തിട്ടുള്ള വല്ല പങ്കാളികളും അവർക്കുണ്ടോ? അപ്പോൾ അതായത് അള്ളാഹു നിയമമാക്കി തന്നൊക്കെ പരിശുദ്ധ ഖുർആനിലൂടെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ എന്ത് ചെയ്ത് ഖുർആൻ ഹദീസ് കൂടാതെ കേരളത്തിൽ മുസ്ലിങ്ങളെ ഏതെങ്കിലും വർഷമായി ചെയ്ത് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രമേയത്തിനുണ്ടായി പാസ്സാക്കുകയും അതിന് പിന്നാലെ കൂടുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൽ പെട്ട കാര്യങ്ങളൊക്കെ നാം വായിച്ചു കേൾപ്പിച്ചു. അപ്പോൾ അള്ളാഹുത്തിൽ ചോദിക്കുന്നെങ്കിൽ അള്ളാഹു റസൂൽ പഠിപ്പിച്ചു തരാത്ത മത നിയമങ്ങൾ ദീനിൽ മതമായി കൊണ്ടുവരിക എന്നുള്ളത് എന്താവുന്നു? ഷിർക്ക് ചെയ്യുന്നതിന് തുല്യമാവുന്നു, ഷിർക്കാണ് എന്നാണ് അള്ളാഹു താല അത് നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അതല്ലേ, അള്ളാഹു അനുവാദം നൽകിയിട്ടില്ലാത്ത വല്ലതും മതത്തിൽപ്പെട്ടതായി അവർക്ക് നിയമിച്ചു കൊടുത്തിട്ടുള്ള വല്ല പങ്കാളികളും അവർക്കുണ്ടോ? അത് പങ്കുകാരും ചേർക്കില്ല, ശിർക്ക് ചെയ്യാൻ പങ്കുചേർക്കുക. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രമേയം എഴുതിണ്ടാക്കി പാസ്സാക്കി അതിന് പിന്നാലെ കൂടാൻ അള്ളാഹു പഠിപ്പിച്ച നിയമങ്ങൾ പിന്നാലെ കൂടാൻ അവർക്ക് വല്ല പങ്കാളികളുമുണ്ടോ? അത് അപ്പോൾ അങ്ങനെ നിയമം ആരാണോ അവർക്ക് നിയമമായി കൊടുത്തിട്ടുള്ളത് അത് അള്ളാഹുവിന് പങ്കുചേർക്കലാണ് എന്നുള്ളതാണ്. പിശാച് ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ദുർമന്ത്രം നടത്തിക്കൊണ്ട് അതുകൊണ്ട് ഈ പ്രമേയം ഇതിൽ പാസ്സാക്കിച്ചത് എന്നതിന് യാതൊരു സംശയമില്ല. അപ്പോൾ പിശാചിനെ ആരാധിക്കുന്നതിന് തുല്യമാണ് അത്തരത്തിലുള്ള പ്രമേയത്തിന് പിന്നാലെ കൂടിയാലേ എന്നർത്ഥം. അള്ളാഹു പഠിപ്പിക്കാത്ത പ്രമേയം അത് പിശാചിൻ്റെ എന്ത് ചെയ്യുന്നു, പണ്ഡിത പുരോഹിതന്മാർ ദുർമന്ത്രം നടത്തുകയും അങ്ങനെ എന്ത് ചെയ്തു അവർ സഭ കൂടി പാസ്സാക്കിയെടുക്കുകയും ചെയ്തു. അള്ളാഹു പഠിപ്പിക്കാത്ത കാര്യങ്ങൾ, മത നിയമങ്ങൾ ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാലാക്കി, ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കി കൊണ്ടുള്ള അവർ മത നിയമങ്ങൾ. ഇതിനെപ്പറ്റി തന്നെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്ത് തൗബയിലൂടെ നമുക്ക് ഒരായത്ത് ഓതി കൽപ്പിച്ച് തന്നത്. അത് ഞങ്ങളെ മുമ്പിൽ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിന് വിശദീകരിക്കുന്ന ഹദീസും നമുക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ ബോധ്യപ്പെടും. അള്ളാഹു റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളെ മതനിയമമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെന്താവുന്നു, അതിന് അവരെ ആരാധിക്കുന്ന തുല്യമാണ് എന്നുള്ളതാണ് തെളിയിച്ചു വരുന്നത്. അതുകൊണ്ട് ആ ആയത്തിലേക്കുള്ള ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. ഇത്തഹദു അഹ്ബാറുഹും റുഹ്ബാനുഹും അർബാബൻ മിൻ ദൂനില്ലാഹ്. ഇത്തഹദു അവർ സ്വീകരിച്ചു, അവരെ ജൂത ക്രിസ്ത്യാനികൾ സ്വീകരിച്ചു. അവരുടെ ചരിത്രമുള്ള ഖുർആൻ പറഞ്ഞ് നമുക്ക് തരുന്നത്. തൗറാത്തിനും ഇൻജീലിനും പിൻഭാഗങ്ങളെ ആളുകൾ എന്ത് ചെയ്തു, ഉണ്ടാക്കി വെച്ചു, അല്ലെങ്കിൽ സ്വീകരിച്ചു. അഹ്ബാറുഹും റുഹ്ബാനും പല പണ്ഡിത പുരോഹിതന്മാരെ അർബാബില്ല അള്ളാഹുവിന് പുറമെ അർബാബുകളായി രക്ഷകർത്താക്കളായി അവർ സ്വീകരിച്ചു. അവർ പറയുന്നത് അള്ളാഹുവിന് പണ്ഡിത പുരോഹിതന്മാർ പറയുന്നത് സ്വീകരിച്ചുകൊണ്ട് മതനിയമയെ അംഗീകരിച്ചുകൊണ്ട് അവർ പ്രമേയം പാസ്സാക്കി സ്വീകരിച്ചുകൊണ്ട്
ഖുർആനോ ഹദീസോ അല്ലെങ്കിൽ തൗറാത്ത് ഇഞ്ചീലോ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ മതനിയമങ്ങൾ സഭ കൂടി പാസ്സാക്കുകയും അങ്ങനെ അവരെന്ത് ചെയ്തു അതിന് പിൻപറ്റുകയും ചെയ്ത ആളുകൾ അവരുടെ സ്ഥിതിഗതികളെ സംബന്ധിച്ച് ആക്ഷേപകരമായി അള്ളാഹു പറയാണ് പ്രവാചകന്മാരെയാണ് പിൻപറ്റേണ്ടിയിരുന്നത്. പ്രവാചകന്മാരെ വിട്ടുകൊണ്ട് മതപണ്ഡിതന്മാരും ബുദ്ധിമാരും പിൻപറ്റി വഴിയിച്ചു പോയ ആ സമൂഹത്തിൻ്റെ ചരിത്രം അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുന്നു. എന്ത് പിന്നീടുള്ള കാലഘട്ടത്തിലും ഇതേപോലെ പണ്ഡിത പുരോഹിതന്മാരെ പിൻപറ്റി അവർ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയ പ്രമേയത്തിന് ഞാൻ പോയാൽ വഴിവീച്ചു പോകും. അത് അവരെ ആരാധിക്കുന്ന തുല്യമാകുന്നു. അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ ഹറാമാക്കുകയും ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാലാക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. പൂർവികന്മാരായ ആ ജൂത ക്രിസ്ത്യാനികളെ കൂട്ടിച്ചേർത്തും വെട്ടിച്ചുരുക്കിയും ആണ് അവർ പ്രമേയം പാസ്സാക്കിയത്. അതേപോലെയുള്ള പ്രമേയങ്ങൾ പിന്നീടും വരും, അതുകൊണ്ട് സൂക്ഷിക്കണം എന്നുള്ളതിനാണ് അള്ളാഹു തആല ഈ ആയത്ത് നമുക്ക് സൂറത്ത് തോബയിലൂടെ മുഖേന പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ഇത്തഹദു അവർ ആ പണ്ഡിത പുരോഹിതന്മാർ ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ പണ്ഡിത പുരോഹിതന്മാർ അഹ്ബാർ റുഹ്ബാനും ആ പണ്ഡിത പുരോഹിതന്മാരെ അവരെന്ത് ചെയ്തു സാധാരണക്കാരായ ആളുകൾ എന്ത് ചെയ്തു സ്വീകരിച്ചു, ആക്കി വെച്ചു. അർബാബും ബിന്ദുവില്ല, അള്ളാഹുവിന് പുറമെ രക്ഷകർത്താക്കളായി മത നിയമങ്ങൾ എഴുതി പാസ്സാക്കുന്ന അവർക്ക് ഇഹ്ലോകത്തും പരലോകത്തും രക്ഷ നൽകുന്നവരായി അവർ സ്വീകരിച്ചു, അർബാബായി സ്വീകരിച്ചു. അള്ളാഹു റബ്ബാണ്, അത് സംശയമില്ലല്ലോ. കൂടാതെ റബ്ബായ ഏകനായ അള്ളാഹു മാത്രമേ ഉള്ളൂ, അതാണ് ഇസ്ലാമിക വിശ്വാസം, അതാണ് തൗഹീദ് വിശ്വാസം. പക്ഷേ അവൻ പുറമെ വേറെയും റബ്ബുകളെ സ്വീകരിച്ചു. അർബാബ്, റബ്ബിനെ ജമ്മാണ് അർബാബ്, റബ്ബുകളെ സ്വീകരിച്ചു. എന്ത് മതനിയമങ്ങൾ സ്വീകരിച്ചുകൊണ്ട്. വൽ മസീഹ് ഇബ്നു മറിയമ, ഈസാ നബി ഇസ്ലാമിനെയും എന്ത് ചെയ്തു, ഇത് അവർ ഇതേമാതിരി റബ്ബുകളാക്കി വെച്ചു. അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ഇസ്ലാമിനെ അള്ളാഹു തന്നെ നിയോഗിച്ചത്. ഇസ്ലാം അത് പഠിപ്പിച്ചു കൊടുത്തു. കുറേ ആളുകൾ വിശ്വസിച്ചു, പല ആളുകളും എന്ത് ചെയ്തു, അത് സ്വീകരിക്കാതെ ഈസാ നബി ഇസ്ലാമിനോടും ഇതിനെ റബ്ബാക്കി വെച്ചു, പ്രാർത്ഥിച്ചു. ഉള്ള ഗൗരവപ്പെട്ട കാര്യങ്ങളാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദൂ ഇലാഹൻ വാഹിദ. വമാ ഉമിറു, അദ്ദേഹം എന്ത് ചെയ്തില്ല, പ്രവാചകനായ ഈസാ നബി ഇസ്ലാം ഒരു കൽപ്പിച്ചിരുന്നില്ല, ഇല്ലാ ലിയഅ്ബുദൂ ഇലാഹൻ വാഹിദ, ഏകനായ ഒരേ ആരാധിക്കുന്നതിന് വേണ്ടി അല്ലാതെ എന്ത് ചെയ്തിരുന്നില്ല, അദ്ദേഹം കൽപ്പിച്ചിരുന്നില്ല. പക്ഷെ എന്ത് ചെയ്തു, ഈസാ നബി ഇസ്ലാമിനെയും അതേപോലെ തന്നെ മറിയം ബി അലി ഇസ്ലാമിനും ഒക്കെ തന്നെ അവർ ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് അവർ റബ്ബുകളാക്കി വെച്ചു. ഏക റബ്ബിനെയാണ് അവർ എന്ത് ചെയ്ത് ഇസ്ലാം പഠിപ്പിച്ചു കൊടുത്തത്. ഏക റബ്ബിനെ ആരാധിക്കണമെന്നാണ് ഈസാ നബി ഇസ്ലാം അതേപോലെ പ്രവാചകന്മാരും ഈ ലോകത്തോട് പ്രവാചനം ചെയ്ത്. അപ്പം അതിൽ വിട്ടുകൊണ്ട് ആ പ്രവാചകന്മാരെ അതേപോലെ തന്നെ പ്രവാചകന്റെ മാതാവായ മറിയം ബീവി അലൈഹി ഇസ്ലാമിനൊക്കെ എന്ത് ചെയ്തു, അവർ ആരാധിച്ചു. അവരുടെ രക്ഷ വൈബിയാൻ നിൽക്കുന്ന സഹായപരം നേടി, രക്ഷ തേടി, അവർക്ക് നേർച്ചകൾ അർപ്പിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് ജീവിച്ചു. അതിന് വിമർശിക്കുകയാണ് അള്ളാഹു തആല ഇവിടെ ഈ ആയത്തിലൂടെ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ മറ്റാരുമില്ല, റബ്ബ് അള്ളാഹു മാത്രമാകുന്നു. അർബാബിനെ ഉണ്ടാക്കാൻ പാടില്ല. സുബ്ഹാനഹു, അവനെത്ര പരിശുദ്ധ, അമ്മായി ശിർകൂൻ, അവർ ശിർക്ക് ചെയ്യുന്നതിന്. അപ്പോൾ റബ്ബുകളെ വേറെ ഉണ്ടാക്കുക എന്നുള്ളത് ശിർക്കാവുന്നു. അർബാബുകളെ പണ്ഡിത പുരോഹിതന്മാരെ എന്ത് ചെയ്തു, അവർ ഉണ്ടാക്കിയ മതനിയമങ്ങൾ എന്ത് ചെയ്തു, ഇവർ സ്വീകരിച്ചു. അക്കാരണത്താൽ അള്ളാഹു പഠിപ്പിക്കാത്ത, അവരെ പ്രവാചകനായ ഈസാ നബി ഇസ്ലാം പഠിപ്പിക്കാത്ത, അതേപോലെ തന്നെ മൂസാ നബി ഇസ്ലാം പഠിപ്പിക്കാത്ത മതനിയമങ്ങൾ എന്ത് ചെയ്ത് എഴുതിണ്ടാക്കുകയും അങ്ങനെ അവരിലൂടെ ഞങ്ങൾക്ക് രക്ഷപ്പെടാം എന്നുള്ള നിലയ്ക്ക് റബ്ബുകളെ സ്വീകരിച്ച് അങ്ങനെ ഷിർക്കിൽ പെട്ടുപോയി. അങ്ങനെയുള്ള ഒരു സമൂഹം ഇനിയും ഈ ഖിയാമത്ത് നാൾ വരെയുള്ള കാലഘട്ടങ്ങളിൽ വന്നു പോകും. അത് സൂക്ഷിക്കണം എന്നുള്ളതിലേക്കുള്ള ഒരു മുന്നറിയിപ്പാണിത്. ഈ ആയത്ത് എന്നെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഹദീസും വന്നിട്ട് അതുകൂടി നമുക്ക് കേൾപ്പിച്ച് നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളെ ക്ലാസ് അവസാനിപ്പിക്കാം. എന്തായിരുന്നു അത്? ഒരു സഹാബിയെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ആ സഹാബി എന്ത് ചെയ്തു, ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരികയായിരുന്നു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ഈ ആയത്ത് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഏതായത്ത്? ഇത്തഖദു അഹ്ബാറുഹും റുഹ്ബാനും അർബാബിൻ മിൻ ദൂനില്ലാഹ് എന്നുള്ള ആയത്ത് ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ സഹാബിൻ്റെ പേര് അദീ ബിൻ ഹാത്തിം
റളിയല്ലാഹു അൻഹു അദ്ദേഹം ക്രിസ്തീയ മതം സ്വീകരിച്ച ആളായിരുന്നു. അങ്ങനെ ക്രിസ്തീയ മതത്തെ സംബന്ധിച്ച് ഒരു പണ്ഡിതനും കൂടിയായിരുന്നു അദ്ദേഹം ക്രിസ്തീയ മതത്തിൽ നിന്നും വീണ്ടും ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി ആദ്യം മുശ്രിക്കായിരുന്നു, മക്കയിലെ കാഫിര്യങ്ങൾ കൊടുത്തില്ലായിരുന്നുണ്ടായിരുന്നത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു, എഴുത്തുമാനും പേരുള്ള പഠിച്ചറിഞ്ഞ ആളായതുകൊണ്ട് അത് ശരിയല്ലാതെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്തു, ക്രിസ്തീയ മതം അവർ സ്വീകരിച്ചു. ക്രിസ്ത്യാനിയായി കഴുത്തിലൊക്കെ പൂമാലയൊക്കെ ഇട്ടുകൊണ്ട് കുരിശൊക്കെ ഇട്ട് നടന്നിരുന്ന ആളായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ ഹിജ്റയ്ക്ക് ശേഷം വന്ന ശേഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വരികയും ഇസ്ലാം സ്വീകരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി സദസ്സിൽ വന്നപ്പോഴേ ഈ ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം അറബിയിലാണല്ലോ ഖുർആൻ അവതരിപ്പിച്ചത്. അറബികൾക്ക് അറിയാമല്ലോ ഖുർആൻ്റെ അർത്ഥം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഈ ആയത്ത് കേട്ടുകൊണ്ട് വന്ന ഹദീബിന് ആദ്യം റളിയല്ലാഹു പറഞ്ഞു, ഞങ്ങളെന്ത് ചെയ്യുന്നില്ല, അവരെ ആരാധിക്കുന്നില്ലല്ലോ, പണ്ഡിതനെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് ഹദീബ് റളിയല്ലാഹു പറയുകയുണ്ടായി. അവരുടെ ഭാഷയിൽ ഇങ്ങനെ പറയും, ഇന്ന ലനസ്ന നഅബുദുഹും. അവരുടെ ഭാഷ അറബി ഭാഷയിൽ അങ്ങനെയാണ്. ഇന്നാൻസിയോ ഞങ്ങൾ ലനസ്ന നഅബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലാതെ ഉണ്ട്, ആരാധിക്കുന്നുണ്ട് എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എങ്ങനെയാണ്? അലൈസ ഹർമൂന മാ ഹല്ലല്ലാഹു വതഹരിമൂനഹു. അല്ലാഹു തആല ഹറാമാക്കിയ കാര്യം എന്ത് ചെയ്യുന്നു, അവർ ഹലാലാക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അത് തുടർന്ന് പറഞ്ഞു, യഹല്ലൂന മാ ഹറമല്ലാഹു ഫഹല്ലൂനഹു. അത് അല്ലാഹു തആല ഹറാമായ കാര്യം അവർ ഹലാലാക്കുന്നുമില്ലേ? ഹറാമായ കാര്യം ഹലാലാക്കുക, ഹലാലായ കാര്യം ഹറാമാക്കുക എന്നില്ലേ ചോദിക്കുകയാണ്. ആരോട് ചോദിക്കണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീബ് റളിയല്ലാഹു ചോദിക്കുകയാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. സ്വീകരിക്കാൻ വരുന്ന സന്ദർഭത്തിലാണല്ലോ ഈ കാര്യം, ഈ ആയത്ത് ഓതി കേൾപ്പിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞു, ബല, അത് ശരി തന്നെയാണ്. അദ്ദേഹത്തിന് അറിയാം, അയാൾ പഠിച്ചറിഞ്ഞ ആളാണ്, ബൈബിൾ അറിയാം, അതേപോലെ തന്നെ അത് പഠിച്ചറിയാനും അതിലുള്ള പഠന കാര്യത്തിൽ വിപരീതമായി ഇവർ ചെയ്യുന്നു, സഭ കൂടിയിട്ട് പ്രമേയം ഇത് പാസ്സാക്കി അതിൻ്റെ പിന്നാലെയാണ് ബൈബിൾ അനുസരിച്ചല്ല എന്ത് ചെയ്യുന്നത്, ഈ മത നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കനുസരിച്ച് ജനങ്ങൾ ചൂഷണം ചെയ്യുന്ന ആ രൂപത്തിലൂടെ മത നിയമങ്ങൾ എഴുതിണ്ടാക്കി അതിന് പിന്നാലെ കൂടിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, മതകർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം അദ്ദേഹം ഒരു പണ്ഡിതനാണല്ലോ. അത് ശരി തന്നെയാണ്. എന്ത് ചെയ്യുന്നു, ബൈബിളിനനുസരിച്ചല്ല. അവർ സ്വന്തമായി എഴുതിണ്ടാക്കിയ മതം അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബൈബിളിൽ ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കിക്കൊണ്ട്, ബൈബിളിൽ ഹലാല കാര്യം ഹറാമാക്കിക്കൊണ്ട് അവർക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഒരു ഫത്വ, ഒരു പ്രമേയം ഇത് പാസ്സാക്കി അതിന് പിന്നാലെ തന്നെ അവർ കൂടിയിരിക്കുന്നത്. അത് ശരി തന്നെയാണ് എന്ന് എന്ത് ചെയ്തു, സമ്മതിച്ചു. എന്നിട്ട് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഫദിൽ ഇബാദത്തും, അങ്ങനെ അതാണ് അവർ ചെയ്യുന്ന ഇബാദത്ത് എന്ന്. അതായത് പണ്ഡിതപൗരന്മാരെ ആരാധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല ഹറാമാക്കിയ കാര്യം ഹലാലാക്കുക, ഹലാലാക്കിയ കാര്യം ഹറാമാക്കുക. എന്നിട്ടോ അവർ ആ ഫത്വകൾ സ്വീകരിക്കുക. അപ്പം സ്വീകരിക്കുക എന്നത് എന്താവുന്നു, അത് ഫദിൽക ഇബാദത്തും, അതാണ് അവർക്ക് ചെയ്യുന്ന ആരാധന. നേരം സംസ്കരിക്കുക, നോമ്പുക, ഹജ്ജ്, സക്കാത്തുകളൊക്കെ കൊടുക്കുക, അതൊക്കെ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി കൊടുക്കുക എന്നുള്ളതല്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ തന്നെ. കുറച്ച് മത നിയമങ്ങൾ ഇപ്പം സമസ്തക്കാർ എഴുതിണ്ടാക്കിയ വൈദ്യന് പുറമെ കുറച്ച് മത നിയമങ്ങൾ എഴുതിണ്ടാക്കിയിട്ട് അതെന്ത് ചെയ്യുക, അത് അള്ളാഹു റസൂലോ നമുക്ക് ഹലാക്കി തന്നതല്ല. സ്വർഗത്തിൽ കിടക്കാനുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു തആല ഖുർആൻ സ്വല്ലല്ലാഹു മുഖേന പഠിപ്പിച്ചിട്ടുണ്ട്. അതില്ലാത്ത കാര്യങ്ങൾ മറ്റുപോയ മഹാന്മാരോട് സഹായം ചോദിക്കുക മാത്രം എടുക്കുക. 10 അനാചാരങ്ങൾ, മരിച്ചവർക്കുള്ള നേർച്ചയാക്കൾ, അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാവം നേടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നത് ധാരാളം കാര്യങ്ങൾ വേറെയുമുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുന്നു, അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങളാണ്. അതെന്ത് ചെയ്യുന്നു, ഹലാലാക്കിയവർ അല്ല.
മസ്തകാരം എന്ന് പറയുന്നു തവസ്സുലാണ്, ഇസ്തിഗാസയാണ്, അത് ജായിസാണ്, അനുവദനീയമാണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, അള്ളാഹു തആല ഹറാമാക്കിയ കാര്യങ്ങൾ ഷർറുൽ മതകാലം ഷർറായ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചിട്ടില്ല, മരിച്ചവരോട് സഹായം ചോദിക്കാൻ പഠിപ്പിച്ചു കൊടുത്തില്ല. അതേപോലെ തന്നെ വഫാത്തെ ഇബ്രാഹിം ബാബുവിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ മരിച്ചവർക്ക് നേർച്ച കളപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുത്തില്ല. നമ്മളെ സമൂഹം ഇതാ നബിയെ പാപം പൂർത്തിയാക്കണമേ, നബിയോട് പാപം തേടുന്നു. അതേപോലെ വൈര്യങ്ങളെ രക്ഷിക്കണേ, മുദീശയൊക്കെ കേൾക്കണേ, മരിച്ചവരോട് സഹായം ചെയ്യിക്കുന്നു, വൈര്യങ്ങൾ പേരിൽ എന്ത് ചെയ്യുന്നു, നേർച്ചയാക്കുന്നു, അതുവഴി അർക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താവുന്നു, ആരാധനകളാവുന്നു. ആരാധന അള്ളാഹു ആവുന്നു. അള്ളാഹു അർപ്പിക്കേണ്ട ആരാധനകൾ എന്ത് ചെയ്യുന്നു, ഈ പോലുള്ള മഹാന്മാരെ ആളുകൾക്ക് അർപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ആരാധന അള്ളാഹു അർപ്പിക്കുക എന്നുള്ളത് തൗഹീദ്. ആരാധനപ്പെട്ട എന്തെങ്കിലും അള്ളാഹു അർപ്പിച്ചാൽ ശിർക്കിൽ എത്തിപ്പെടുന്നു. അപ്പോൾ ഇതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിന് പഠിപ്പിച്ചു കൊടുത്തുള്ള കാര്യങ്ങളുമല്ല, അള്ളാഹു ഹറാമായ കാര്യങ്ങളാണ്. ആ ഹറാമായ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഹലാലാക്കുന്നു. അങ്ങനെ അത് സ്വീകരിക്കുന്നു, അവരെ പിൻപറ്റുന്നു, ആ പണ്ഡിതനെ പിൻപറ്റുന്നു. അങ്ങനെ പിൻപറ്റിയാൽ എന്താവുന്നു, അത് ആ പണ്ഡിതർക്ക് വരുമ്പോൾ ആരാധിക്കുന്നത് തുല്യമാണെന്ന് ആരാ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസാണ് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങനെ അദ്ദേഹം അത് അംഗീകരിക്കുകയും അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബാക്കി ഹദീസിൻ്റെ ഭാഗം. അത് വളരെ വിശദീകരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് എവിടെയാണ് നോക്കേണ്ടത്, ഏത് തഫ്സീറിലും നമുക്ക് പരിശോധിക്കാം. ഇത്തഖദു അഹ്ബാറുഹും റുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്നുള്ള ആയത്തെ വിശദീകരണമായും കൊണ്ടാണ് ഈ തഫ്സീർ നൽകിയിട്ടുള്ളത്. സ്വഹീഹ് ഹദീസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ അള്ളാഹും റസൂലും എഴുതി പഠിപ്പിക്കാത്ത പ്രമേയങ്ങൾ, പഠിപ്പിക്കാത്ത പ്രമേയങ്ങൾ എന്താണ് ഇവിടെ പാസ്സാക്കുകയും അങ്ങനെ ആ പ്രമേയത്തിനെ സത്യപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളും ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. അങ്ങനെ ആ സമൂഹത്തിൽപ്പെട്ട ആളുകൾ നമ്മളെ സംബന്ധിച്ച് തന്നെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മളൊക്കെ വഴിച്ചോറും വഴിയിപ്പിക്കുന്നവരാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം അവരുടെ പണ്ഡിത പുരുഷന്മാർ നമ്മളെ സംബന്ധിച്ച് അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ സലാം ചെല്ലാൻ പാടില്ല, അങ്ങനെ വഴിച്ചോറാണ്, വഴിയിപ്പിക്കുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യുന്നു, മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ പ്രമേയം എന്നതാണ്, അവരുടെ പ്രമേയം എന്നതാണ് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനും താല്പര്യമുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യതയാണ്. അതല്ല എങ്കിൽ നമ്മളെന്ത് ചെയ്യണം, നമ്മൾ കുറ്റക്കാരായി പോകും. കാരണം ആദ്യത്തെ വോയിസിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഉൽ-അസ്ർ ഓതി ഞങ്ങൾ കേൾപ്പിക്കുകയുണ്ടായി. സത്യം എന്ത് ചെയ്യണം, പരസ്പരം ഉപദേശിക്കാത്തവൻ നഷ്ടക്കാരനിൽപ്പെട്ടവരാണ്. ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കാത്ത നഷ്ടക്കാരൻപ്പെട്ടവരാണ്. അതേപോലെ തന്നെ സത്യവിശ്വാസം സ്വീകരിക്കാത്തവൻ നരകത്തിൽ നഷ്ടക്കാരിൽപ്പെട്ടവനാണ്. സൽക്കർമ്മം പ്രവർത്തിക്കാത്തവൻ നഷ്ടക്കാരിൽപ്പെട്ടവനാണ് എന്ന് സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു തആല സൂറത്തുൽ അസ്ർ ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാഹിബിനെ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ അക്കാര്യം നമ്മൾ ഓർക്കുക. നമുക്ക് അറിയാവുന്നൊരു സത്യം പരസ്പരം ഉപദേശിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും, നമുക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകും. ജനങ്ങളങ്ങനെ ചെയ്തോട്ടെ, കാര്യമില്ലല്ലോ എന്ന് കരുതി നമ്മൾ മിണ്ടാതെ നിന്നാൽ നമ്മൾക്ക് സ്വർഗം നഷ്ടപ്പെട്ടു പോകും എന്നൊക്കെ ഓർക്കുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ ഇക്കാര്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റഅ മുൻകറൻ ഫലയഗ്ഹിർ ബിയദിഹി, വല്ലവരും മുൻകറത്തായ കാര്യം, വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ, അല്ലാഹു റസൂൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം, വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ, നിശ്ചയില്ലാത്ത കാര്യം, ഷർറുൽ ഉമൂർ മതകാലം വെച്ച് ഷർറായ കാര്യങ്ങളും പുതിയ അനുഭവിച്ചുണ്ടാക്കിയ കാണുകയാണെങ്കിൽ, ഹറാമായൊരു കാര്യം കാണുകയാണെങ്കിൽ ഫലയഗ്ഹിർ ബിയദിഹി, കൈകൊണ്ട് തടയണം എന്നാണ്. നമുക്ക് പറ്റുന്നിടത്ത് നമ്മൾ താഴെയുള്ളവരെ ആളുകൾ, കുട്ടികൾ, നമ്മൾ ബന്ധക്കാർ ചെയ്യുന്നിടത്ത്, നമ്മൾ സ്വാധീനമുള്ളിടത്ത് നമ്മൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കൈകൊണ്ട് തടയണം. എവിടെ വെച്ച് കണ്ടാലും ശരി, അനാചാരങ്ങളായ കാര്യങ്ങൾ ചെയ്ത് കണ്ടാൽ, ഹറാമായ കാര്യങ്ങൾ ചെയ്ത് കണ്ടാൽ, ശരിക്ക് വിധേയങ്ങൾ ചെയ്ത് കണ്ടാൽ, മൗലൂദ് ബദ കുത്തുവേത്തുകളൊക്കെ തന്നെ പെടുമല്ലോ, ജന്മം കൊണ്ടാടലൊക്കെ തന്നെ എന്ത് ചെയ്യുന്നതിൽ പെടും. അത് ചെയ്യല്ലേ, കൈകൊണ്ട് തടയണം. അത് നടത്തണ്ട, വേണ്ട, അത് തെറ്റായ കാര്യങ്ങളാണ്. ഫൈലം തെസ്റ്റേ ഇങ്ങനെ സാധിച്ചിട്ടില്ലാത്ത സന്ദർഭത്തിലാണെങ്കിൽ ബിലിസാനി, നാവ് കൊണ്ട് പറയണം, ഖുർആൻ ചെയ്യുക. ഫൈലം തെസ്റ്റേ ഞാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇല്ലെങ്കിൽ കൽബോട് വെറുക്കെങ്കിലും വേണം. അതാണ് അതുകൊണ്ട് ഈമാൻ, ഈ സത്യവിശ്വാസത്തിലേക്ക് ഏറ്റവും ലോലമായത്, ലളിതമായത്, ലഘുവായത് എന്നാണ്
നബി പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പറയുക, മനസ്സിലാക്കുക. സമസ്ത പ്രമേയം നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുക, മനസ്സിലാക്കുക. എന്നിട്ടോ ഇസ്ലാമിൻ്റെ പ്രമേയം അതും പഠിക്കുക, മനസ്സിലാക്കുക. ഖുർആൻ ഹദീസും ഇസ്ലാമിൻ്റെ പ്രമേയം മനസ്സിലാക്കുന്നത് വേണം. ഖുർആൻ ഹദീസും പഠിക്കണം. അത് കുറേ പ്രയാസപ്പെട്ട കാര്യമാണ്. ഖുർആനും ഹദീസും പഠിക്കുക എന്നുള്ളത് ഫറളാണ്. വായിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു, ശുദ്ധീകരിച്ചെടുക്കുകയായിരുന്നു. ശേഷമാണ് 13ാമത്തെ വർഷമാണ് നമസ്കാരം പോലും നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത്. മാത്രമല്ല, നാളെ ഖബറിൽ നിന്ന് ചോദ്യം ചെയ്യും. ഇൽമുക്കാൻ ചോദിക്കുമ്പോൾ അറുപത്തി കിതാബല്ലാഹ് ആമൻതു ബിഹി വസദ്ദഖ്തു ബിഹി നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓർക്കുക. അതായത് അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞാൻ വായിച്ചു പഠിച്ചു, ആമൻതു ബിഹി വിശ്വസിച്ചു, വിശ്വസിക്കുന്ന അർത്ഥം പറയണ്ടേ, വസദ്ദഖ്തു ബിഹി സത്യമാക്കണമെന്ന് വേണം. അതനുസരിച്ച് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിനെ പഠിപ്പിച്ചു കൊടുത്ത് അക്കാര്യം പഠിക്കണം. ഖബറിൽ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങനെ മറുപടി പറയുമ്പോഴാണ് നമുക്ക് ആശ്വാസകരമായ ഒരു അവസ്ഥ ഖബറിൽ ഉണ്ടാവുക. ഇല്ലെങ്കിലോ മലക്കുകൾ പഠിച്ചതുമില്ല, വായിച്ചില്ല, പഠിച്ചതുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ദണ്ടുകൊണ്ട് അടിക്കും. അപ്പോൾ ആദ്യത്തെ കൽപ്പന എന്താണ്? യഖ്റ, വായിച്ചു പഠിക്കുക എന്നുള്ളതാണ്. കുറേ വിസ്മയാണല്ലോ അവതരിപ്പിച്ചത്. വായിച്ച് പഠിക്കൽ നമുക്ക് അത്യാവശ്യമാണ്, ഫറളാണ്. അതിനായുള്ള എല്ലാ സൗകര്യവും അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ട്. കണ്ണുകൾ നൽകിയിട്ടുണ്ട്, കാതുകൾ നൽകിയിട്ടുണ്ട്, ചെവി നൽകി, അതേപോലെ നാവ് നൽകി, ബുദ്ധി തന്നു. അതിനനുസരിച്ച് മനസ്സിലാക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ചെയ്തു കൊടുത്തിട്ടുണ്ട്. നമ്മളെക്കാളും മോശമായ പല ആളുകളും ഇതേപോലെ പൊട്ടന്മാർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, യഥാർത്ഥ സത്യവിശ്വാസം സ്വീകരിക്കും, മുഅ്മിനീങ്ങളായി ജീവിക്കുന്നുണ്ട്. നാളെ പരലോകത്ത് നമ്മളെ ഭാഷയല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പഠിച്ചില്ല എന്ന് പറഞ്ഞാൽ മുഴിഞ്ഞു നിൽക്കാൻ പറ്റൂല. പല ഭാഷകളും നമ്മൾ എന്ത് പഠിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു. ജീവിക്കാൻ ആവശ്യമായ പല കാര്യങ്ങളും ഇതിനേക്കാൾ ഏറെ പ്രയാസപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്, സ്വാഗതാക്കുന്നുണ്ട്, നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അത്രയൊന്നും പ്രയാസമല്ല പരിശുദ്ധ ഖുർആന്, അത്ര തന്നെ ഹദീസുകളും. നീ ഊത്തിയിട്ട് ഖുർആൻ മുസ്ലിമാകും. ഞാൻ വിശുദ്ധ ഖുർആൻ ഞാനാണ് അവതരിപ്പിച്ചത്, ഞാൻ അത്ര തന്നെ വേറെയും അവതരിപ്പിച്ചത്. അതിന് തഫ്സീറാണ്. ഇത് രണ്ടും നാമാണ് ആ ദിക്ർ ഉത്ബോധങ്ങൾ അവതരിപ്പിച്ച് അതിന് കാത്ത് സൂക്ഷിക്കുക എന്ന് ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്. ഖുർആനും ഹദീസും, ഖുർആൻ അത്ര തന്നെ ഹദീസും അത്രേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ഇപ്പോൾ ലോകത്തിൽ കപ്പൽ വായിക്കാവുന്ന ഗ്രന്ഥങ്ങളുണ്ട്, തഫ്സീറുകളുണ്ട്, അതൊന്നും പഠിക്കേണ്ട. കർമ്മശാസ്ത്രങ്ങൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്രയേ പഠിക്കേണ്ടുള്ളൂ? പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹിഹ ഹദീസുകളും നമുക്കിവിടെ ഖിയാമത്ത് നാളിൽ ലഭിക്കും എന്നുള്ള ഒരു വാഗ്ദാനമാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക? വായിച്ച് പഠിക്കുക. അത് ഫറളാണ്. പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള അനാചാരങ്ങളിൽ പോയി പോകും, അന്ധവിശ്വാസം അനാചാരം പെട്ടുപോകും, പണ്ഡിതന്മാരെ പിൻപറ്റേണ്ടി വരും, സമസ്തയുടെ പ്രമേയം അംഗീകരിക്കേണ്ടി വരും. അതിനെതിരെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്ന പ്രമേയം മാ അന അലൈഹി സഹബി, ഞാനും എൻ്റെ സഹാബത്ത് ഏതൊരു മാർഗത്തിലാണ് ആ മാർഗം എന്ത് ചെയ്യണം? ഞാൻ പഠിച്ചറിയണം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയാണ് ഞാൻ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ച് മരിക്കുന്ന, നരകത്തിൽ അകറ്റപ്പെട്ട് സകല വിശപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان عليك البلاء، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അള്ളാഹു ഈ ധാരാളമായ പ്രയാസങ്ങളും ഞെരുക്കളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്കുണ്ട്. അതൊന്നും വകവെക്കാതെ എൻ്റെ പരിശുദ്ധ ഖുർആൻ ഹദീസും പഠിച്ചു പോകാൻ ഞങ്ങൾ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. അള്ളാഹു ഞങ്ങൾ സ്വന്തക്കാരായ ബന്ധക്കാരായ ആളുകൾ ധാരാളമായി ഞങ്ങൾ വസിയ്യത്ത് ചെയ്യുന്നത്. പലർക്കും പല പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ ബന്ധക്കാരും സ്വന്തക്കാരും ഞങ്ങൾ വസിയ്യത്ത് ചെയ്യാത്തവരുമുണ്ട്. ആശുപത്രിയിൽ കഴിഞ്ഞു കൂട്ടുന്നവരും വീട്ടുകളിൽ രോഗികളെ കഴിഞ്ഞു കൂട്ടുന്ന പല പ്രയാസങ്ങളും ഞെരുക്കങ്ങളൊക്കെ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുസ്ലിമുകളായ കാരണത്താൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളെയും ഞങ്ങളെ സഹോദരന്മാരെ പീഡിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അത്തരം പ്രയാസങ്ങളും ഞെരുക്കങ്ങളും തന്നെ
ഞങ്ങൾക്ക് അല്ലാഹുവേ നീ സംരക്ഷണം നൽകുന്നുണ്ട്. എൻ്റെ പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് നബി പഠിച്ചറിഞ്ഞ് നബി സാഹിത്യ മാർഗം ജീവിതത്തിൽ പാർട്ടിമാക്കി ജീവിക്കുവാൻ നീ ഞങ്ങൾ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. എന്ത് പ്രയാസങ്ങളും ഞെരുക്കളും ഉണ്ടായാലും ഒക്കെ തന്നെ അതിലേയുള്ള എല്ലാ പ്രയാസം ഞെരുക്കളും ഒക്കെ തന്നെ ക്ഷമിക്കുവാനും ആ ക്ഷമയോടുകൂടി മുന്നോട്ട് പോകുവാനും യഥാർത്ഥ സത്യവിശ്വാസി ജീവിച്ചു മരിക്കുവാൻ നീ ഞങ്ങൾ തൗഫീഖ് നൽകണമേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അസ്സമീഉൽ അലീം വഅലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഞങ്ങൾ പാപികളാണ്, അതേപോലെ അറിവില്ലാത്തവരാണ്. ഞങ്ങൾ കിട്ടിയ അറിവനുസരിച്ചാണ് പഠിച്ച തമ്പുരാനെ ഞങ്ങൾ പ്രഭാവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാർ സാധാരണക്കാർ ആളുകൾ വഴിയൊഴിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സാധാരണക്കാരനായതിലൂടെ ഞങ്ങൾ ഖുർആനിലും ഹദീസിലും പഠിച്ചറിഞ്ഞ കാര്യങ്ങൾ ഞങ്ങളെപ്പോലെ ഞങ്ങളുള്ള സാധാരണക്കാരൻ വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ആ പണ്ഡിതന്മാരിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങൾ കഴിയുന്നൊരു സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ധാരാളം തെറ്റുകുറ്റങ്ങൾ ആയത്തുകൾ ഓതുമ്പോഴും ഹദീസുകൾ പറയുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾ വന്നു പോകാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കരുതി ഒന്നും അല്ല ഈ പറയുന്നതും ചെയ്യുന്നതൊക്കെ തന്നെ വന്നുപോയ തെറ്റുകുറ്റങ്ങളാണ്. അതുകൊണ്ട് പഠിച്ച തമ്പുരാനെ ഞങ്ങൾക്ക് പൂർത്തി തരണമേ. അതേപോലെ തന്നെ ശരിയായ രൂപത്തിലുള്ള ഖുർആൻ വായിക്കാനും പഠിക്കാനും ഹദീസ് പറയാനും പഠിക്കുവാനും ഒക്കെ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ തമ്പുരാനെ. ആമീൻ ആമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അസ്സമീഉൽ അലീം വഅലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. وآخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.